ടെലഗ്രാം ഇപ്പോൾ കുറേ പേര് ബാൻ ചെയ്യുന്നുണ്ട്. കുറേ പേരെന്ന് വെച്ചാൽ കുറേ പേരെ എന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് കളിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നോക്കുവാണെങ്കിൽ ഒരു ചെറുക്കന് ഇങ്ങനെ എല്ലാം കളിച്ച് നമുക്ക് പ്ലം ടാപ്സ് എല്ലാം കളിച്ച് നല്ല പോയിൻ്റ് ഉണ്ടാവും. ഓക്കെ, 1.85 മില്യൺ പ്രോഫിറ്റ് പെർ അവർ എന്ന് വെച്ചാൽ ചെറുതല്ല. എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ എത്രയും കളിച്ചിട്ട് എനിക്ക് 1.7 അത്രേ ഉള്ളൂ. അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടും അക്കൗണ്ട് ബാനായി പോകാൻ കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ തോന്നുന്ന പോലെ ആവശ്യമില്ലാത്ത ആപ്പിലൊന്നും കയറിപ്പെടരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. ജെന്യൂൻ അല്ലെന്ന് തോന്നുന്ന ഒന്നിലും കയറരുത്, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ ചാറ്റ് ഗ്രൂപ്പുണ്ട്, ഇഷ്ടംപോലെ ചാറ്റ് ഗ്രൂപ്പുണ്ട്. ആവശ്യമില്ലാണ്ട് എല്ലാ ചാറ്റ് ഗ്രൂപ്പിലും കയറരുത്. സ്പാമായിട്ടുള്ള തോന്നുന്ന ചാറ്റ് ഗ്രൂപ്പിലൊന്നും കയറില്ല. ഞാൻ ഏകദേശം കയറി കഴിഞ്ഞാലും അത്യാവശ്യം സ്പാമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ലെഫ്റ്റ് ആവും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറവാണ്, ശരിക്കും കുറവുണ്ടാവും, എല്ലാം ഡിലീറ്റ് ചെയ്താൽ. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള എല്ലാ ഗെയിമിനകത്തും നമ്മൾ വാലറ്റ് കൊടുക്കരുത്. വാലറ്റ് കൊടുക്കുക എന്ന് വെച്ചാൽ അത്യാവശ്യം ജെന്യൂനാണെന്ന് തോന്നിയില്ലെങ്കിൽ വാലറ്റ് കൊടുക്കരുത്. കാരണം നമ്മുടെ വാലറ്റും ടെലിഗ്രാമും ഒരുമിച്ച് അടിച്ചു പോകും. അപ്പോൾ പിന്നെ അതിനകത്തുള്ള എല്ലാം പോവും, നമ്മുടെ എല്ലാ ഗെയിമും അടിച്ചു പോകും. അപ്പോൾ ആവശ്യം എന്ന് വെച്ചാൽ വെരിഫൈഡ് അങ്ങനെ നമുക്ക് വിശ്വാസമില്ലെന്ന് തോന്നുന്നൊന്നും നമ്മൾ കൊടുക്കരുത്. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ഓരോ റഫറൊക്കെ ഉണ്ടാവും. അതിങ്ങനെ തോന്നുന്ന പോലെ ഓരോ ഗ്രൂപ്പിൽ പോയി ഒന്നിൽ കൂടുതൽ വട്ടമൊന്നും നമ്മൾ പോയി സബ്മിറ്റ് ചെയ്യരുത്. ഒരു വട്ടമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെയും സ്പാം പോലെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മൾ റിപ്പോർട്ട് അടിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കാറെന്ന് വെച്ചാൽ 1-2 ആവശ്യം വരുവാണെങ്കിൽ മാത്രം ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ കൊടുക്കുന്നതല്ലാണ്ട് അങ്ങനെ ഞാൻ കൊടുക്കാറില്ല. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മുടെ വാലറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ലിങ്ക്ഡാണ്, നല്ല രീതിയിൽ ടെലിഗ്രാമുമായിട്ട് നല്ല രീതിയിൽ ലിങ്ക്ഡാണ്. നമ്മളതിനകത്ത് ഒന്ന് എന്താ പറയുക, പൈസ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് ഒരുമിച്ച് അടിച്ചു പോകും. അത്രേ ഉള്ളൂ. ഇത് ശ്രദ്ധിക്കുക. അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരോ ലിസ്റ്റിങ് കഴിയുമ്പം നമുക്ക് ടോക്കൺ കിട്ടും. ടോക്കൺ കിട്ടുമ്പം ഈ വാലിലോട്ട് വരിക. പക്ഷെ നമുക്ക് ഈ വാലറ്റിൽ നിന്ന് നമുക്ക് എക്സ്ചേഞ്ചിലോട്ട് എന്ന് വെച്ചാൽ ബൈബിറ്റിലാണ് ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലോട്ട് നമുക്ക് ആ വാലറ്റിലോട്ട് നമ്മൾ മാറ്റണം ഇത്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ആ വാലറ്റ് അവിടെ ഇമ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ വാലറ്റിലോട്ട് ഇത് അങ്ങോട്ട് മാറ്റണം. ഈ വാലറ്റിലുള്ള സാധനങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റണം. അപ്പം ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ നമുക്ക് കുറച്ച് ഇത് വേണം. എന്താ പറയുക, അതിൻ്റെ പേരെന്തായിരുന്നു, ഗ്യാസ് ഫീസ് എന്ന സംഭവമുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ വാലറ്റിൽ നിന്നും ട്രാൻസാക്ഷൻ ഫീസ് പോലെ ക്രിപ്റ്റോയിൽ നമ്മൾ ഗ്യാസ് ഫീസ് എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ ഏകദേശം ട്രാൻസാക്ഷൻ നടത്തുന്നതെന്ന് വെച്ചാൽ മൈൻ ചെയ്ത ആൾക്കാർക്ക് കുറച്ച് ഫീസ് പോലെ അല്ലെങ്കിൽ കുറച്ച് പ്രൈസ് പോലെ കൊടുക്കുന്നതാണ് ഗ്യാസ് ഫീസ് എന്ന് പറഞ്ഞത്. അപ്പം അത് എന്ന് വെച്ചാൽ ഓരോ ബ്ലോക്ക് ചെയിനിലും ഡിഫറൻ്റ് ആയിരിക്കും. എത്തേറിയത്തിലാണെങ്കിൽ അത്യാവശ്യം 100 അങ്ങനെ ഡോളർ ചിലപ്പം ഭയങ്കര കൂടുതലായിരിക്കും. ചില ബ്ലോക്ക് ചെയിനിലാണെങ്കിൽ കുറവായിരിക്കും. അപ്പം എന്തായാലും നമ്മുടെ കയ്യിൽ കുറച്ചെങ്കിലും ഒരു പൈസ ഉണ്ടാക്കുക, പൈസ കയറ്റി വെക്കുക എളുപ്പമാണ്. ഏകദേശം P2P മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ബൈ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവും. വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയ്ക്കാണ്, ഇപ്പം ഞാൻ എന്താ കൊടുത്തിരുന്നത്, ടോൺ കോയിലാണ്, ടോൺ കോയിൻ മറ്റേ USDT എടുക്കുക. നമുക്കൊരു 93 രൂപ, അതിപ്പോൾ കുറവുള്ളൂ. അപ്പോൾ അതിനകത്ത് കൊടുക്കുക. അവിടെ മിനിമം ലിമിറ്റ് 1300 രൂപേൻ്റെ ലിമിറ്റുണ്ട്. അതിൽ കുറവ് നോക്കുക, 500 രൂപേൻ്റെ ഉണ്ട്. അപ്പം ഇതെടുക്കുക, ബൈ അടിക്കുക, 500 രൂപ കൊടുക്കുക. ബാക്കി നിങ്ങൾ ചെയ്യുക. ബൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ UPI വെച്ച് നമുക്ക് മറ്റേ അവരുടെ UPI വരും. അപ്പോൾ അതിലോട്ട് നമ്മൾ സെൻഡ് ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ പണി. അപ്പോൾ നമ്മൾ കുറച്ചെങ്കിലും ഒരു ഗ്യാസ് ഫീസായിട്ട് കൈ വെച്ചേക്കുക, $1 മിനിമം. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇങ്ങനെ കുറേ എണ്ണമുണ്ട്. അപ്പം നല്ലതായിട്ടുള്ള കുറേ എണ്ണം ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ കളിക്കുന്നത് ഈ ഹംസ കോമ്പാറ്റ് മാത്രം കളിക്കാണ്ടിരിക്കുക. പിന്നെ ഏകദേശം ബ്ലം കളിക്കുന്നത് അത്യാവശ്യം ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ട് വരുന്നുണ്ട് ഇപ്പം തന്നെ. പിന്നെ ഹോട്ട് വാലറ്റിനകത്ത് നല്ല രീതിയൊക്കെ കയറി പോരുന്നുണ്ട് ഹോട്ട് വാലറ്റ്. പിന്നെ കാറ്റിസണൊക്കെ നല്ല രീതിയിൽ ഫേമസ് ആണ് പുറത്തൊക്കെ. കേരളത്തിലോട്ട് ഇത് വന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ പിക്സൽ ടാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിക്സൽ ടാപ്പിൻ്റെ 2 ഡാഷ്ബോർഡ് ഉണ്ട്. ഒന്ന് ഗെയിം ഇൻ ഗെയിം ഉണ്ട്, ഔട്ട് ഗെയിം ഉണ്ട്. ഔട്ട് ഗെയിമിൻ്റെ എന്ന് വെച്ചാൽ മറ്റേ ഒരു ലിങ്ക് വഴി നമ്മൾ കയറിയിട്ട് അതിനകത്തും ഏകദേശം എല്ലാ ദിവസവും ജോയിൻ ആവണം. അതും ഇതുമായിട്ട് വാലറ്റ് കണക്ട് ചെയ്യണം.
അപ്പോൾ നിങ്ങൾ അധികം കൊടുത്തിട്ടുണ്ട് അവിടെ ഡെയിലി റിമലിന് ഒരു വട്ടം കൊടുത്തായിരുന്നു. നിങ്ങൾ കയറുക, മിക്കവാറും പേരും മറ്റേ ഇതായിട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അല്ലാണ്ട് മെമ്മീഫൈ ഇതിനകത്തും അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ശരിക്കും എനിക്കിനി മനസ്സിലായിട്ടില്ല. പക്ഷേ ഇതിനകത്തും അങ്ങനെ നമുക്കൊരു പുറത്തോട്ട് പോയിട്ടൊരു ശരിക്കൊരു ഗെയിം പ്ലേ അതിനകത്ത് നടന്നിട്ടുണ്ട്. അപ്പം അതും കൂടെ കളിക്കുക. പിന്നെ എസ്കോയിൻ ഈ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഹിറ്റാകുന്നുണ്ട്. ഇത് ടോൺ വാലറ്റുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എസ്കോയിൻ കളിക്കുക. പിന്നെ പറയാനിപ്പം പിന്നെ ടാപ്സ്വാപ്പ് ഇപ്പോൾ അത്യാവശ്യം കയറി വരുന്നുണ്ട്. കുറേ പേര് പറയുന്നത് എനിക്ക് കേട്ടു, ടാപ്സ്വാപ്പ് കളിച്ചോളാൻ. കളിക്കുന്നവരാണ് കളിച്ചോ, ജസ്റ്റ് വേറെ പണിയൊന്നും എല്ലാ ദിവസവും കളക്ട് ചെയ്താൽ മതി. പിന്നെ ട്രിക്ക് ചെയ്യുക. ഇപ്പോൾ ട്രിക്ക് എല്ലാ മാസവും ഇത് എയർ ഡ്രോപ്പ് കൊടുക്കുന്നുണ്ട്. വെറുതെ ജോയിൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ മതി, എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കും. അത്രേ പറയുള്ളൂ. പിന്നെ ട്രോണിക്സ് ആപ്പ് കളിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം സ്കാം പോലെ എനിക്കും തോന്നുന്നത്. കാരണം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞൊരു ഇത് സാധാരണ പോലെ ഇതൊരു മൈനിങ് ആപ്പാന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ മൈൻ ടു ആണെന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷെ ഇതൊരു മൈൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ക്ലിയർ മനസ്സിലായിട്ടില്ല. കാരണം നമ്മളില്ലാത്ത സമയത്ത് ഇത് എന്ന് വെച്ചാൽ നെറ്റ് ഓഫ് ആകുന്ന സമയത്തൊക്കെ ഇത് മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. മൈനിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പുറത്തൊരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ പോലെയാണ് മൈനിങ് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് എന്ത് മൈനിങ് എനിക്ക് മനസ്സിലായിട്ടില്ല ഈ മൈനിങ്. അതുകൊണ്ട് തന്നെ ഞാനിത് കളിക്കാറില്ല, ജസ്റ്റ് ഇവിടെ കയറ്റി വെച്ചിട്ടുള്ളൂ. പിന്നെ സൈബർ ഫേസ് ഇത് സംഭവം നൈസാണ്. ജസ്റ്റ് കുറച്ച് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇത് അത്യാവശ്യം നല്ല പോയിൻറ്റും കിട്ടും. ഏതെങ്കിലും ഒരു ചാനലിൽ ജോയിൻ ചെയ്ത് വെക്കുക, അപ്പം നല്ല പോയിൻ്റ് കിട്ടും. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് കണ്ടിന്യൂ. ഞാൻ എല്ലാ ദിവസവും രാവിലെ എല്ലാം ഒന്ന് എടുത്ത് നോക്കും, അത്രേ ഉള്ളൂ.